ഇയാളുടെ സ്പേസ്ഷിപ്പ് ഡോക്കിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതായത് സ്പേസ്ഷിപ്പ് മദർഷിപ്പുമായി കണക്ട് ചെയ്യാൻ. അപ്പോൾ കൂപ്പറും കൂട്ടരും അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നുണ്ടെങ്കിലും മാൻസ് അതൊന്നും വകവയ്ക്കാതെ ഡോക്കിംഗ് ചെയ്യുന്നു. എന്നാൽ ശരിയായി ഡോക്കിംഗ് നടക്കാത്തത് കൊണ്ട് ഹാച്ച് ഓപ്പൺ ആയി ഡീപ്രഷറായി അവിടെ ഒരു ബ്ലാസ്റ്റ് ഉണ്ടാകുന്നു. ആ ബ്ലാസ്റ്റിൽ ഡോക്ടർ മാനിന്റെ എയർക്രാഫ്റ്റ് തകരുകയും ഡോക്ടർ മാൻ മരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇവിടെ മറ്റൊരു പ്രശ്നം ഉടലെടുത്തു. അതായത് അത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ നടന്ന ബ്ലാസ്റ്റിന്റെ ഫലമായി മദർഷിപ്പ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങി. കൂപ്പറിനും അമേലിയയ്ക്കും അതിനകത്ത് കയറിയാൽ മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുമാത്രമല്ല ആ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്സ് ആ ഷിപ്പിലാണ് ഉള്ളത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവർക്ക് ആ മദർഷിപ്പിനകത്ത് കയറിയേ പറ്റൂ. അതിനായി സ്പീഡിൽ തിരിയുന്ന മദർഷിപ്പിന്റെ അതേ സ്പീഡിൽ ഇവരുടെ സ്പേസ്ഷിപ്പ് റൊട്ടേറ്റ് ചെയ്ത് ഡോക്കിംഗ് ചെയ്യാൻ കൂപ്പർ തീരുമാനിക്കുന്നു. അതിനായിട്ടുള്ള RPM ഒക്കെ ടാർസൻ എന്ന AI റോബോട്ട് കൃത്യമായി പറഞ്ഞ് കൂപ്പറിനെ സഹായിക്കുന്നു. അങ്ങനെ മദർഷിപ്പിന്റെ സ്പീഡും ഇവരുടെ സ്പേസ്ഷിപ്പിന്റെ സ്പീഡും ഒരേ സ്പീഡിലായപ്പോൾ കൂപ്പർ ഈ രണ്ട് സ്പേസ്ഷിപ്പ് തമ്മിൽ കണക്ട് ചെയ്യുന്നു. അങ്ങനെ ഡോക്കിംഗ് ചെയ്ത ശേഷം അവരെല്ലാവരും മദർഷിപ്പിന്റെ അകത്തേക്ക് കയറുന്നു. രക്ഷപ്പെട്ടു എന്ന് അവർ ആശ്വസിക്കുമ്പോൾ അവർക്ക് വേറൊരു പ്രശ്നവും ഉടലെടുത്തു. അത് എന്താണെന്ന് വെച്ചാൽ ഗാർഗാഞ്ചോ എന്ന ബ്ലാക്ക് ഹോൾ ഇവരുടെ മദർഷിപ്പിനെ വലിക്കാൻ തുടങ്ങുന്നു. ബ്ലാക്ക് ഹോളിന് അകത്ത് പോയാൽ ഇവർ തീർന്നു. അതുമാത്രമല്ല എഡ്മൺ പ്ലാനറ്റിലേക്ക് പോകണമെങ്കിൽ ആ പ്ലാനറ്റ് ഉള്ളത് ഈ ബ്ലാക്ക് ഹോൾ